കായംകുളത്ത് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി നബിദിന സമ്മേളനം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാലത്തിനു മുമ്പേ സഞ്ചരിച്ച വ്യക്തിത്വമാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. ലോകമെമ്പാടും അനീതിയുടെ തേർവാഴ്ച നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നബിയുടെ വചനങ്ങൾ ഏറെ പ്രസക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. കായംകുളത്ത് ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന സമ്മേളനം സംഘടിപ്പിച്ചു. നബിദിന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. കാലത്തിനു മുന്നേ സഞ്ചരിച്ച വ്യക്തിത്വമാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ലോകമെമ്പാടും അനീതിയുടെ തേർവാഴ്ച നടക്കുന്ന ഇക്കാലത്ത് നബിയുടെ വചനങ്ങൾ ഏറെ പ്രസക്തമാണ്. ഉള്ളവൻ ഇല്ലാത്തവന് നൽകണമെന്ന 1450 വർഷങ്ങൾക്ക് മുൻപുള്ള നബിയുടെ സാമ്പത്തിക സിദ്ധാന്തം ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ ത്യാഗ മനോഭാവത്തോടു കൂടിയുള്ള അവരുടെ ജീവിത സമർപ്പണം നമ്മൾ മനസ്സിൽ ഓർത്ത് നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശക്തികളെയും ചെറുത്തു തോൽപ്പിക്കണം. അതായിരിക്കണം നമ്മുടെ പ്രതിജ്ഞ, അല്ലെ? ഈ ലോകത്തെ സംരക്ഷിക്കാൻ, നീതി ഉണ്ടാകാൻ, ന്യായമുണ്ടാകാൻ, മനുഷ്യനും പ്രകൃതിയെയും എല്ലാത്തിനെയും സംരക്ഷിക്കാൻ, അനാവശ്യമായ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ, സ്ത്രീകളും കുഞ്ഞുങ്ങളും വൃദ്ധരായ മനുഷ്യരും ഭിന്നശേഷിക്കാരുമെല്ലാം പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ പ്രവാചകൻ പറഞ്ഞ സ്വപ്നതുല്യമായ ഒരു കാലത്തേക്ക് കൊണ്ടുപോകാൻ അതിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികൾക്കുമെതിരായി നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കും. ആര് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരുമിച്ച് നിൽക്കും. ഞാൻ പറഞ്ഞു ഞാൻ ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരുമിച്ച് എതിർക്കും. കാരണം ഭൂരിപക്ഷ വർഗീയതയാണ്, ആ വർഗീയത ഉണ്ടാക്കുമ്പോഴാണ് ന്യൂനപക്ഷ വർഗീയത ഉണ്ടാകുന്നത്. ന്യൂനപക്ഷ വർഗീയത ഉണ്ടാവുമ്പോഴാണ് മറ്റവർക്ക് പറയാൻ കാരണം ഉണ്ടാകുന്നത്. ഇവര് രണ്ടുപേരും കണ്ടാൽ പരസ്പരം ശത്രുക്കളാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഞാൻ പറയും, അവര് രണ്ടുപേരും പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. മറ്റവൻ കുഴപ്പമുണ്ടാക്കണം എന്നാണ് ഇവൻ ആഗ്രഹിക്കുന്നത്, അപ്പോഴേ ഇവന് പ്രസക്തി. ഇവൻ കുഴപ്പമുണ്ടാക്കണമെന്നാണ് മറ്റവൻ ആഗ്രഹിക്കുന്നത്, അപ്പോഴാണ് അവന് പ്രസക്തി. അതിലൊന്നും നമ്മൾ വീഴരുത്. നമുക്ക് സ്നേഹബന്ധങ്ങൾ, ഹൃദയബന്ധങ്ങൾ അത് തുടരണം. മദീനയിൽ പ്രവാചകൻ എഴുതി വെച്ച ഭരണഘടന നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്കിവരെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും, ഒരു സംശയമില്ല. അതാകട്ടെ ഈ നബിദിന സമ്മേളനത്തിലെ ഏറ്റവും വലിയ പ്രതിജ്ഞ എന്ന് മാത്രം. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, മുഹമ്മദ് ജാബിർ അഹ്സനി, ഇ സമീർ, എ ത്വാഹ മുസ്ലിയാർ, എ ഇർഷാദ്, എ സ്വാലിഹ് മൗലവി, എ അബ്ദുൽ ഷുക്കൂർ, കെ പി മുഹമ്മദ് ഖൈസ് ഹസ്നി, സക്കീർ വേലിയിൽ, റെജി കൂട്ടുങ്കൽ, വൈ ഇർഷാദ്, പി ജെ അൻസാരി, എ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. മനുഷ്യത്വത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്കാകില്ലെന്ന് പറഞ്ഞവരുടെ കയ്യാമം വെക്കുന്ന രംഗം നിങ്ങൾ കണ്ടു. അത്ര ഗൗരവമാണ് സംഗതി. ആ രംഗം പോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറയുകയാണ്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് കുട്ടികളെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത്, വയസ്സന്മാരെ കൊല്ലാൻ പാടില്ല. മാത്രമല്ല ഒന്നുകൂടി പറഞ്ഞു, പഴം കായ്ക്കുന്ന ഒരൊറ്റ മരം പോലും നിങ്ങൾ കണ്ടിച്ചു പോകരുത്. പഴം കായ്ക്കുന്ന മഴ കണ്ടിച്ചു പോകരുത്. എന്തുകൊണ്ട്? ആ മരങ്ങൾ പ്രകൃതിയാണ്, പ്രകൃതി നശിപ്പിക്കരുത്. ഇന്ന് പ്രകൃതിയല്ലേ നശിപ്പിക്കുന്നത്? പ്രകൃതി നശിപ്പിക്കുന്ന യുദ്ധം വേണ്ടെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ വാക്കെന്താണ്? വസതജിദൂന റിജാലൻ ഫറഉ അൻഫുസഹും ഫിസ്സവാമിഅ്. മഠങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട്, അതായത് ക്രിസ്ത്യാനികളും അതുപോലെ മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമൊക്കെ ജൂതന്മാരുമൊക്കെ അവരുടെ മഠങ്ങളിൽ ദൈവ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. അവരൊരിക്കലും നിങ്ങളോട് യുദ്ധത്തിന് വരാത്തവരാണ്, അവര് നിങ്ങളോട് സമരത്തിന് വരാത്തവരാണ്. ഫദഅൂഹും, അവരെ നിങ്ങൾ വിട്ടേക്കണം. ഒരു നിലക്കും അവരോട് നിങ്ങൾ സമരത്തിന് പോകാൻ പാടില്ല. കാരണം അവർ നിങ്ങളോട് സമരം ചെയ്യാത്ത ആളുകളാണ്. മാത്രമല്ല പ്രവാചകർ പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ, വസതജിദൂന ഫീഹാ റിജാലൻ എന്ന് തന്നെ പറഞ്ഞു. അവിടെ ചിലപ്പോൾ മഠങ്ങളിൽ നിങ്ങൾക്ക് ആളുകളെ കാണാൻ കഴിയും, ഫിസ്സവാമിഅ്. മാത്രമല്ല ആ ആളുകൾ നിങ്ങളോട് ഒരിക്കലും യുദ്ധത്തിന് വരാത്തവരാണ്. വലാ തഹ്ദിമൂ ബിനാഅ, ഒരു കെട്ടിടവും നിങ്ങൾ പൊളിക്കാൻ പാടില്ല. ഞാൻ ഈ പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകത്തിൽ മനോഹരമായി പ്രവാചക ചരിത്രത്തിൽ കാണാം. നബി തങ്ങൾ പറയുകയാണ്, ഒരു കെട്ടിടവും നിങ്ങൾ പൊളിക്കാൻ പാടില്ല. പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ യുദ്ധത്തിനാണ് പറഞ്ഞയച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒന്നുകൂടി കൂട്ടി പറഞ്ഞു. എന്താ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത്? ഇത്തഖുല്ലാഹ ഫിൽ ഫല്ലാഹീൻ, കർഷകരുടെ കാര്യത്തിൽ നിങ്ങൾ പടച്ച റബ്ബിനെ പേടിക്കണം. ലാ യൻസിബുന ലക്കുമുൽ ഹർബ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ചർച്ച നടക്കുന്ന ഒരു കാലത്ത് കയ്യിലിരിക്കുന്ന മൊബൈലിലെ വാട്സപ്പിലെ നീലവട്ടത്തിലേക്ക് ക്ലിക്ക് ചെയ്താൽ ലോകത്തിന്റെ വിവിധമായ സായാഹ്നങ്ങളെ അറിയാൻ കഴിയുന്ന ഒരു സമയത്തിൽ
ഹ്യൂമൻ സൈബോർഗുകളുടെയും ഹ്യൂമനോയിഡുകളുടെയും റോബോട്ടിക്സിന്റെയും കഥ പറയുന്നതായ കാലഘട്ടത്തിൽ ജെൻസിയെക്കുറിച്ചും ആൽഫയെക്കുറിച്ചും ബീറ്റയെക്കുറിച്ചും ജനറേഷൻ വ്യത്യാസങ്ങളെ പറയുന്നൊരു കാലത്ത് തിരുപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രമേയങ്ങളുടെ പ്രസക്തിയെ ഇവിടെ അടയാളപ്പെടുത്തപ്പെടുകയുണ്ടായി. എന്തുകൊണ്ടാണ് പ്രവാചകർക്ക് ഇത്രമേൽ മനോഹരമായ പ്രമേയങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചത്? നാം ആലോചിക്കേണ്ടതുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ലോകത്തേക്ക് കടന്നു വന്നത് മുസ്ലിമീങ്ങളുടെ പ്രവാചകരായിട്ടല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ദൈവദൂതൻ എന്ന അർത്ഥത്തിലല്ല. മറിച്ച് പ്രവാചകരുടെ കടന്നുവരവിനെ പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധമായ പ്രവാചകരുടെ പ്രബോധിത സമൂഹന്മാരാണ്. പ്രവാചകരുടെ ഓരോ വിളിയാളങ്ങളിലും നമുക്ക് കേൾക്കാം, യാ അയ്യുഹന്നാസ്, ഓഹ് ദ മാൻകൈൻഡ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ എന്ന വിളിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.